വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഞാനിപ്പോ ഓഫീസിലൊക്കെ പോയിട്ട് വന്നതാണ്. മേലൊക്കെ കഴുകിയിട്ട് ചുമ്മാ ഒന്ന് പുറത്തൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ചേട്ടൻ വന്നിട്ടില്ല, ഇപ്പൊ വരും. എന്റെ സൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒരുമാതിരി അടഞ്ഞ പോലെ ഇരിക്കുന്നത്. ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു, ഇപ്പൊ കുറവുണ്ട്. അതിന്റെയാണ് ഈ കുട്ടുമാക്കാച്ചിയുടെ സൗണ്ട് പോലെ ഇരിക്കുന്നത്. അങ്ങനെ ക്യാമറ ഓണാക്കി വെച്ച് കുറച്ചു നേരം തെക്ക് വടക്കൊക്കെ നടന്നിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് ചെന്നപ്പം അമ്മ അവിടെ ഒരു സ്പെഷ്യൽ സാധനം ഇന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പൊ എല്ലും കപ്പയാണ്, ആയിട്ടില്ല, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനപ്പോ അതിന്റെ ഇടയ്ക്ക് പോയി വീഡിയോ എടുത്തതാണ്. എനിക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ കപ്പയും മുളക് ചാലിച്ചതൊക്കെ ആയിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പൊ എന്തായാലും കപ്പയൊക്കെ അവിടെ ഇരുന്ന് ആവട്ടെ. ആ സമയത്ത് ചേട്ടായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് ഒരു 6:30 ആകുമ്പോഴാണ് ചേട്ടായി വീട്ടിൽ വരുന്നത്. അതേ ക്യാമറയും പിടിച്ചോണ്ട് നിൽക്കുന്ന കണ്ടിട്ടുള്ള ചിരിയാണത്. പിന്നെ ഞാൻ ചായ ഇടാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴത്തേക്കും നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു. 2-3 ദിവസമായി വാങ്ങി വെച്ചിട്ട് ഉണ്ടാക്കാൻ മടിയായിട്ട് അവിടെ തന്നെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തുന്ന ഇപ്പൊ ഉണ്ടാക്കിയേക്കാന്ന് കരുതിയിട്ട് കുറച്ച് ചീസ് ഇരിപ്പുണ്ടായിരുന്നു. അതുമൊക്കെ എടുത്തിട്ട് തട്ടിക്കൂട്ടി ഒരു നൂഡിൽസ് അങ്ങ് ഉണ്ടാക്കി. പിന്നെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ കൂടുതൽ എന്താ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന്. എപ്പോ വീഡിയോ എടുത്താലും എന്തെങ്കിലുമൊക്കെ പുറത്തു നിന്നുള്ള മറ്റു ശബ്ദങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണും. പിന്നെ ടിവിയുടെ ഒക്കെ കാണും. വെറുതെ നമ്മളത് കോപ്പിറൈറ്റ് അടിച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരുമായിട്ടിരുന്ന് ചായയും നൂഡിൽസും ഒക്കെ കഴിച്ച്. ഇതെന്റെ അനിയത്തിയാണ് സാന്ദ്ര. അവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് കാണാതെ അതിൽ പെട്ടുപോയതാണ് അവള്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുങ്ങി ഒരു പെരുന്നാൾ കൂടാൻ പോവുകയാണ്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചെട്ടിയാട് പള്ളിയിൽ പെരുന്നാളാണ്. അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇപ്പൊ തന്നെ പോയി നേർച്ചയൊക്കെ ഇട്ടിട്ട് വരാം. കാര്യം രാവിലെ ജോലിക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് പള്ളിയിലൊന്നും പോകാനായിട്ട് സമയം കിട്ടത്തില്ല. അത് നിങ്ങൾ ഓർക്കരുത്, തൊട്ടപ്പുറത്ത് കൂടെ എന്തിനാ ഈ ഹെൽമെറ്റ് ഒക്കെ എന്ന്. നമുക്ക് വേറെ കുരിശടിയിലും തിരി എത്തിക്കാൻ പോകാനുണ്ട്. അതുകൊണ്ടാണ് ഹെൽമെറ്റും ഒക്കെ എടുത്തിട്ട് വണ്ടി എടുത്ത് പോകുന്നത്. അപ്പായി അമ്മയൊന്നും ഇപ്പൊ വരുന്നില്ലെന്നാ പറഞ്ഞത്. പിന്നെ അനിയത്തിക്കാണെങ്കിൽ ഫ്രണ്ട്സിന്റെ വക പെരുന്നാൾ ക്ഷീണമുണ്ട്. അപ്പൊ അവള് അവരുടെ കൂടെയാണ് പോകുന്നത്. ഞങ്ങളിത് ഇവിടെ ജംഗ്ഷൻ വരെ എത്തിയപ്പോ തന്നെ പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണം നമ്മുടെ ആ ജംഗ്ഷന്റെ അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്തില്ല ഈ സമയത്ത് പ്രദക്ഷിണം ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്രദക്ഷിണമൊക്കെ തിരിച്ചു പോയതിനു ശേഷമാണ് പള്ളിയിലോട്ട് പോയത്. കാര്യം രൂപം കൊണ്ട് പ്രദക്ഷിണത്തിന് മുമ്പും നമ്മൾ പള്ളിയിലോട്ട് ചെന്നിട്ടും കാര്യമില്ല, നേർച്ചയിടാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് മരിയപുരത്തിയുടെ രൂപം. അപ്പൊ നമ്മൾ പെരുന്നാളിന് പോകുന്നെന്ന് അറിഞ്ഞില്ലേ, ആ പള്ളിയിലെയാണ്. അങ്ങനെ പ്രദക്ഷിണമൊക്കെ തിരിച്ച് പള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് വന്നു. അപ്പൊ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രദക്ഷിണം കഴിഞ്ഞപ്പോ തന്നെ കുറെ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് നേർച്ചയാക്കിയിട്ട് കുറച്ച് സമയം പള്ളിക്കകത്തൊക്കെ ഇരുന്ന് നേർച്ചയായിട്ട് ഉണ്ണിയപ്പവും മലരും ഒക്കെയാണ് കിട്ടിയത്. വലിയ ആളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇടവക്കാരും ഒക്കെ കുറവാണ്. 3 ദിവസത്തെ പെരുന്നാളായിരുന്നു. അധികം കടയൊന്നുമില്ല, ഒരു 2-3 ഇങ്ങനെ വളക്കടയും 1-2 ഐസ്ക്രീം കടയൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കടകളിലൊക്കെ കയറാൻ എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ എന്തോ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇപ്പൊ ഒരു ഐസ്ക്രീം കിട്ടിയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. നേരെ വീട്ടിലേക്കല്ല, ഇടയ്ക്ക് ഒരു കടയിൽ കയറിയായിരുന്നു. അതാണ് ഈ കവറ്. പിന്നെ ഇവിടെ നിന്നില്ല, നേരെ വീട്ടിലേക്കാണ് പോന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ എല്ലും കപ്പയൊക്കെ ഇവിടെ റെഡിയാക്കി. കൂട്ടത്തിൽ ചോറും ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.